Hi dears, welcome back to my YouTube channel. ഇന്നൊരു ബാസ്ക്കറ്റ് മേക്കിംഗ് വീഡിയോ ആയാലോ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് മൂടയും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിരുന്ന 2 ബാസ്ക്കറ്റ് ഉണ്ട് മൈക്രോൺ ത്രെഡ് വെച്ചിട്ട്. അപ്പോൾ ആ മൈക്രോൺ ത്രെഡ് ഞാൻ അഴിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഷാമ്പൂവിലിട്ട് നന്നിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് ഡ്രൈ ആക്കി എടുത്തു. ഇനി കുറച്ച് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് ബാംബൂ സ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പകരം ഈർക്കയിൽ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം എല്ലാം ഒന്ന്. ഇനി ഡബിൾ ഷെയ്ഡ് കളറിൽ വരുന്ന ബാസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. രണ്ടും ഞാൻ എടുത്തിരിക്കുന്ന മൈക്രോൺ ത്രെഡ് തന്നെയാണ്. അപ്പം ബേസായിട്ട് വൈറ്റ് കളർ മൈക്രോൺ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. മൈക്രോൺ ത്രെഡിന് പകരം നമുക്ക് ജൂട്ട് ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ജൂട്ട് ത്രെഡ് ഇല്ലെങ്കിൽ ബേക്കറിൽ നിന്നൊക്കെ കിട്ടുന്ന കവറൊക്കെ നമുക്ക് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്ത് നീളത്തിൽ മുറിച്ചെടുത്തിട്ട് അത് പിരിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താലും മതി. ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ മാസ്ക് ടേപ്പോ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം വൈറ്റ് മാർക്കറ്റിലോട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന മൂടിയുടെ ആ ഒരു സൈഡ് വശം മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് ഒന്ന് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ വൈറ്റ് മാർക്കറ്റിലായിട്ട് വെച്ചിട്ട് ബേസ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് പർപ്പിൾ കളർ മാറ്റി വെച്ചിരിക്കുന്ന മാക്രോൺ ത്രെഡ് നമുക്ക് ഈ ബേസിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഉൾവശത്തായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. വൈറ്റ് മാക്രോൺ ത്രെഡ് പുറത്തും അതുപോലെ പർപ്പിൾ മാക്രോൺ ത്രെഡ് അകത്തും വരുന്ന രീതിയിലാണ് നമ്മളൊന്ന് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഇത് നമുക്ക് ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് അകത്തായിട്ട് പർപ്പിൾ വരുമ്പോൾ പുറത്ത് വൈറ്റ് മാക്രോൺ ത്രെഡാണ് കാണേണ്ടത്. പുറത്ത് പർപ്പിൾ കളർ മാക്രോൺ ത്രെഡ് വരുമ്പോൾ അകത്ത് വൈറ്റ് കളർ മാക്രോൺ ത്രെഡാണ് വരേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ചുറ്റിയെടുക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ചുറ്റിയെടുക്കുന്നത് അത്ര വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നല്ല നമ്മൾ ഇതുപോലെ ത്രെഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഡെസ്ക് ഓർഗനൈസറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോക്കകത്ത് കാണുന്ന പോലെ നമുക്ക് ഈ ഫുള്ള് ആ ഒരു നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സ്റ്റിക്കിൻ്റെ എൻഡ് വരെ നമുക്ക് ഫുള്ളൊന്ന് ചുറ്റിയെടുക്കണം. അപ്പം ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു മാഗ്നറ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ചുരുണ്ട് വലിഞ്ഞൊക്കെ ഇരിക്കുന്നത്. അതായത് ഒരു കമ്പിലൊക്കെ ചുറ്റിയെടുത്തിട്ട് നമ്മൾ ഇതുപോലെ പയ്യെ ചുറ്റിയെടുക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് മുകൾ ഭാഗത്തൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്വയം കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ റൂമൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ വളരെ വിലക്കുറവിൽ നമുക്ക് മാഗ്നറ്റൊക്കെ അവൈലബിൾ ആണ്. ഇനി ലാസ്റ്റ് എൻഡായിട്ട് ആ ഒരു സ്റ്റിക്കിൻ്റെ ആ ഒരു മുകൾ ഭാഗം കവർ ചെയ്യാനായിട്ട് ഞാൻ ചെറിയ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബീഡ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബേസിൻ്റെ അടിവശം കവർ ചെയ്യാനായിട്ട് കുറച്ച് തുണിയുടെ എന്തെങ്കിലും ഒരു പീസ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം പുറത്ത് ചുറ്റിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ 2 സൈഡിലൂടെ ഹാങ് ചെയ്ത് പിടിക്കാനായിട്ട് 2 വള്ളികൾ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ആ ഒരു ബാസ്ക്കറ്റിൽ നിന്നാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഞാൻ ആ സ്റ്റിക്ക് കവർ ചെയ്യാനായിട്ട് ഇതുപോലെ ബ്രെയ്ഡഡ് ആയിട്ട് മാക്രോൺ ചുറ്റി കൊടുത്തിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇതുപോലെ 2 പീസാക്കി 2 പിടിയായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫോൺ വെച്ചിരിക്കുന്ന ഒരു ആംഗിളിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഈ ബാസ്ക്കറ്റിൽ ഒരു ഷേപ്പ് കുറവ് പോലെ തോന്നുന്നത്. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് നമുക്കൊരു ബോയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ലേസിലൊരു പീസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഈസി ആയിട്ടൊരു ബോയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ബോ വെക്കുന്നതിന് പകരം ചെറിയ ലേസൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ചുറ്റും വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ബോയുടെ നടുക്ക് ഞാൻ ഒരു വൈറ്റ് ബീഡും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ ബാസ്ക്കറ്റിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബാസ്ക്കറ്റ് മേക്കിംഗ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പറ്റുന്നവരൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ.